ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്നുള്ള തൃപ്പാദങ്ങളിലെ ധർമ്മോപദേശം ശിഷ്യസംഘം ഇപ്പോൾ മുദ്രാവാക്യമായി സ്വീകരിച്ചിരിക്കുകയാണ്. എന്നാൽ ഇത് ശരിയായ ധർമ്മോപദേശം തന്നെയോ എന്ന് പലരും സംശയിക്കുകയും ചിലരതിനെ ആക്ഷേപിക്കുകയും ചെയ്യുന്നു. കുഞ്ഞിരാമൻ ഇതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? ഒരു ജാതി മനുഷ്യനെന്നതിൻ്റെ വ്യാഖ്യാനം സുഗമമായി തോന്നുന്നുണ്ട്. ഒരു ദൈവം മനുഷ്യനെന്നതിനെ ദൈവവിശ്വാസമുള്ളവർക്ക് ആക്ഷേപിക്കാൻ നിവർത്തിയില്ല. ഒരു മതം എന്നതിനെ പറ്റിയാണ് എല്ലാവർക്കും സംശയം. പല മതസാരവും ഏകം എന്നതിനെപ്പറ്റി ആർക്കെങ്കിലും ആക്ഷേപമുണ്ടോ? അല്ല, അതിലും ആക്ഷേപമുണ്ടെന്ന് വാദിക്കാവുന്നതാണ്. ആസ്തിക മതത്തിന്റെയും നാസ്തിക മതത്തിന്റെയും സാരം ഒന്നല്ലല്ലോ. മതം എന്ന വാക്കിന്റെ നാനാർത്ഥമാണ് ഈ ഭ്രമത്തെ ഉണ്ടാക്കുന്നത്. നാസ്തികവാദം ചില വ്യക്തികൾ പുറപ്പെടുവിച്ചിട്ടുള്ള അഭിപ്രായം മാത്രമാണ്. അതൊരിക്കലും ഒരു ജനസമുദായത്തിന്റെ മതമായിരുന്നില്ല. പുനർജന്മം ഉണ്ടെന്നും ഇല്ലെന്നും കർമ്മവിശ്വാസം ശരിയാണെന്നും അല്ലെന്നും മതങ്ങൾ ആഭ്യന്തര തത്വങ്ങളിൽ തന്നെ ഭിന്നങ്ങളായി കാണപ്പെടുന്നുണ്ട്. തത്വങ്ങളിൽ ഭിന്നതയുണ്ടെങ്കിലും ഈ ഭിന്നമതങ്ങളുടെ ഉദ്ദേശങ്ങളിൽ ഭിന്നതയുണ്ടോ? ചിലത് സ്വർഗപ്രാപ്തി മാത്രം ആദർശമായും മറ്റു ചിലത് സ്വർഗത്തെക്കാൾ ഉപരിയായ മോക്ഷപ്രാപ്തി ആദർശമായും സ്വീകരിച്ചിരിക്കുന്നു. എല്ലാ പടികളും എല്ലാ മതക്കാരും സമ്മതിക്കുന്നില്ല. എല്ലാ മതങ്ങളുടെയും ഉദ്ദേശ്യം ഒന്ന് തന്നെ. നദികൾ സമുദ്രത്തിൽ ചേർന്ന പിന്നെ തിരക്കുഴിയെന്നും നടുക്കടലെന്നും ഉണ്ടോ? സ്വാമിയുമായി പലവട്ടം സംസാരിച്ചതൊക്കെ ചേർത്ത് സംവാദ രൂപത്തിൽ കേരള കൗമുദിയിൽ പ്രസിദ്ധീകരിക്കണമെന്നുണ്ട്. കൂടാതെ അത് തയ്യാറാക്കി ശിവഗിരിയിലെ സന്യാസി സംഘത്തെയും ബോധാനന്ദ സ്വാമി മുഖാന്തരം സ്വാമിയെയും വായിച്ചു കേൾപ്പിക്കാം. അതിനുശേഷം മാത്രമേ പ്രസിദ്ധീകരിക്കൂ. അതിനെന്താ കുഞ്ഞിരാമ, യുക്തമായി ചെയ്യുക. മനുഷ്യസഞ്ചാരമില്ലാതെ കിടന്നിടത്താണ് ക്ഷേത്രമുയരുന്നത്. ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ദീർഘവീക്ഷണം അപാരം. അദ്ദേഹം പ്രതിഷ്ഠയ്ക്കായി ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരും. പ്രതിഷ്ഠാമുഹൂർത്തം എപ്പോഴാണ്? രാത്രി അന്ത്യയാമത്തിലുള്ള ശുഭമുഹൂർത്തത്തിലെന്നാ കേട്ടത്. സ്വാമി പറഞ്ഞിരുന്നു, പഴയൊരു മഹാക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം. നമുക്ക് സ്വാമിക്കൊപ്പം ചേരാം. ഇപ്പോൾ തന്നെ തെരുവുകൾ നിറഞ്ഞു കഴിഞ്ഞു. ഏതാണ്ട് 10-30,000 ഭക്തജനങ്ങൾ വരും, ജാതിമത ഭേദമില്ലാതെ. ആ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാകാം. സ്വാമി വരുന്നല്ലോ. നമുക്ക് സ്വാമിയെ അതിഥി മന്ദിരത്തിലേക്ക് ആനയിക്കാം. കോഴിക്കോട് സ്വാമി വന്നുവല്ലോ. എല്ലാവർക്കും ദർശനം നടത്താൻ ഒരു ക്ഷേത്രം വേണമെന്ന് സ്വാമിയോട് ആവശ്യപ്പെട്ടു. അങ്ങ് വരാമെന്ന് സമ്മതിച്ചു. വന്നുവല്ലോ, വളരെ സന്തോഷം. രാരിച്ചൻ മൂപ്പനല്ലേ? ചൈതന്യസ്വാമി സൂചിപ്പിച്ചിരുന്നു. 4 സ്ഥലങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. അതിൽ സ്വാമിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം മതിയെന്ന് ഞാൻ അന്നേ പറഞ്ഞു. സ്വാമി തന്നെ സ്ഥലം ഉറപ്പിച്ചു. ക്ഷേത്രം നിർമ്മിക്കുന്നത്
നേരത്തെ ക്ഷേത്രം നിന്നിരുന്ന സ്ഥലത്താണ് വേണ്ടത്. നാം പറഞ്ഞല്ലോ, അതാണ് സ്ഥലം. ആ സ്ഥലത്ത് കുഞ്ഞു കുളങ്ങളും ചുള്ളിക്കാടുമായിരുന്നു. മനുഷ്യസഞ്ചാരം കുറവായിരുന്നല്ലോ, എല്ലാം മാറി. ആ സ്ഥലം തീരുമാനിച്ചതിനൊരു കാരണമുണ്ട്. അവിടെ ഒരു മഹാക്ഷേത്രം ഉണ്ടായിരുന്നു. മഹാക്ഷേത്രം. അതിന്റെ അവശിഷ്ടങ്ങൾ ഭൂമിക്കടിയിലുണ്ട്. അവിടെ തന്നെയാണ് ക്ഷേത്രം വേണ്ടത്. ഇതൊരു മഹാക്ഷേത്രമായി മാറും. ശരിയാണ് സ്വാമി, അങ്ങയുടെ ജ്ഞാനക്കണ്ണ് അപാരം. ക്ഷേത്രത്തിനായി കുഴിച്ചപ്പോ അവശിഷ്ടങ്ങൾ കണ്ടെത്തി സ്വാമി. ഓരോ സ്ഥലത്തിനും പ്രത്യേകതയുണ്ട്. ചിലത് ഭവനങ്ങൾക്ക്, ചിലത് ദേവസ്ഥാനത്തിന്. മരുന്ന് മാമലയും ചിദംബരവും കൈലാസവും ആ സ്ഥലമഹിമ കൊണ്ട് പ്രശസ്തമായവയാണ്. എപ്പോഴാണ് സ്വാമി മുഹൂർത്തം? മുഹൂർത്തം അത് പ്രതിഷ്ഠ നടക്കുമ്പോ തന്നെ. ഒരുക്കങ്ങൾ നടക്കട്ടെ. ഗുരുവിനെ ഇതുവരെ കണ്ടില്ലല്ലോ. നിങ്ങൾ ഗുരുതങ്ങിയ ഇടത്ത് പോയി നോക്കിയിരുന്നോ? ഞാൻ അല്പം മുമ്പ് പോയി നോക്കിയതാ. അവിടെയൊന്നുമില്ല. വളരെ നേരത്തെ അവിടം വിട്ട് പോയിന്നാ പരിസരവാസികൾ പറഞ്ഞത്. ഗുരുസ്വാമി തന്നെയാ മുഹൂർത്ത സമയവും കുറിച്ചത്. പിന്നെന്താ? പൂഴിയിട്ട നിലത്ത് വീഴില്ല, അത്രയ്ക്ക് ജനസമുദ്ര പുറത്ത്. പറഞ്ഞ മുഹൂർത്തമായല്ലോ. ഗുരുവിനെ കാണുന്നില്ല, പിന്നെ എങ്ങനെ പ്രതിഷ്ഠ നടക്കും? എണ്ണമറ്റ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയ സ്വാമിയല്ലേ. നിങ്ങൾ സമാധാനമായിരിക്കാം. ശരിയായി. പ്രതിഷ്ഠ കഴിഞ്ഞു. ഇനി വണങ്ങിക്കോളൂ. ഇതെങ്ങനെ സ്വാമി? അതും ഞങ്ങൾ ആരും കാണാതെ സ്വാമി നിശ്ചയിച്ച മുഹൂർത്തം? ശിവപെരുമാൾ കൽപ്പിച്ച മുഹൂർത്തത്തിൽ തന്നെ അത് നടന്നു. ഗുരുസ്വാമി എപ്പോ ക്ഷേത്രത്തിനുള്ളിൽ കടന്നു? ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുന്നതിനിടയിൽ ആരും അറിയാതെ, ആരും കാണാതെ. മനുഷ്യനേത്രങ്ങൾക്ക് കാണാനാവാത്ത എത്രയെത്ര വഴികൾ, രഹസ്യങ്ങൾ. നക്ഷത്രങ്ങളിൽ എത്രയെണ്ണത്തെ നാം കാണുന്നു. അതുപോലെ ദൈവത്തിന്റെയും ഗുരുവിന്റെയും വഴികൾ വ്യത്യസ്തമാണ്. ഇത് ശ്രീകണ്ഠേശ്വരം. ഇവിടെ മലബാറിലെ മധുരയാകും. മഹാഗുരു മഹാഗുരു മഹാഗുരു.
കാണാൻ വരുന്നുണ്ട്. ആരെയും കാണുന്നില്ലല്ലോ സ്വാമി. മനക്കണ്ണും പുറംകണ്ണും അങ്ങനെയാണ്. ഇടിയും മിന്നലും പോലെ. വെളിച്ചം ആദ്യമെത്തും, പിന്നാലെ ശബ്ദവും. പ്രണാമസ്വാമി. തൃപ്പാദങ്ങൾ എല്ലാം മുൻകൂട്ടി കാണുന്നു. നമുക്കുള്ളതെല്ലാം വെറും കണ്ണ, സ്വാമിയുടേത് ജ്ഞാനക്കണ്ണ. എന്താ പേര്? കൃഷ്ണൻ പോറ്റി. എവിടുന്നാ? കൊട്ടാരക്കരയ്ക്ക് സമീപം കോട്ടവട്ടം. നാം പലവട്ടം അതുവഴി അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടുണ്ട്. ശിവഗിരിക്ക് മുമ്പാ. അന്തർജനത്തിന് വലിയ നിർബന്ധം സ്വാമിയെ നേരിൽ ദർശിച്ച് അനുഗ്രഹം വാങ്ങണമെന്ന്. ദർശനം താനേ കിട്ടിക്കോളും. അനുഗ്രഹം വാങ്ങാൻ പറ്റുമോ? സ്വാമി ദർശനം തന്നെയാണ് അനുഗ്രഹവും. വാ. എന്താ മോളുടെ പേര്? ലളിതാംബിക. ഏകാന്തതയാണ് പ്രിയം. കഥ പറച്ചിലുമുണ്ട്. ഭാവനയിലാണ് കളിയും ചിരിയും. ലളിതാംബികയുടെ വിരലുകളിൽ സരസ്വതി സ്പർശമുണ്ടല്ലോ. എനിക്കും തോന്നാറുണ്ട് സ്വാമി, ചില പ്രത്യേകതകളുണ്ടെന്ന്. ലളിതാംബിക ശാരദയെ തൊഴുതിട്ട് വരട്ടെ. വയ്ക്കോ, ചെല്ലു. പോയി വരും മോളെ. ബ്രഹ്മത്തെ അറിയുന്ന ബ്രാഹ്മണർക്കെല്ലാം അറിയാം സ്വാമിയുടെ സഞ്ചാരം ഈശ്വര മാർഗത്തിലാണെന്ന്. ഈശ്വര ചിന്തകൾ കടഞ്ഞെടുത്ത അമൃത കണങ്ങളാണ് സ്വാമിയുടെ കൃതികൾ. വിശ്വപ്രകൃതി തന്നെയാണ് ജ്ഞാനപീഠം. അത് നോക്കിയാൽ ആത്മജ്ഞാനം തെളിഞ്ഞു വരും. തപസ് ചെയ്യുന്നവർക്കെല്ലാം സിദ്ധികൾ ലഭിക്കുമോ സ്വാമി? സിദ്ധികൾ ലഭിക്കണമെന്ന ലക്ഷ്യത്തോടെ തപസ് ചെയ്താൽ വട്ടപൂജ്യമായിരിക്കും. ഓ, ജ്ഞാനസിദ്ധിക്കും മോക്ഷസിദ്ധിക്കുമെല്ലാം മുഖ്യ തടസ്സം സ്വാർത്ഥതയാണ്. പലതരം സിദ്ധികൾ ചിലർ കാട്ടാറുണ്ടല്ലോ. മാങ്കൊമ്പിൽ തൊടാൻ വേണ്ടി ആത്മാർത്ഥമായി ചാടുന്നതിനിടയിൽ ചിലപ്പോ മധുരഫലവും കിട്ടിയെന്ന് വരാം. സിദ്ധികൾ കണ്ട് പലപ്പോഴും അതിശയിച്ച് നിന്നിട്ടുണ്ട്. പലതിൻ്റെയും പേര് പോലും അറിയില്ല. ആത്മാവ് ശേഖരിക്കുന്ന ഊർജമാണ് സിദ്ധി. അതൊരിക്കലും ദുരുപയോഗം ചെയ്യരുത്. വിദൂരതയിലുള്ളത് കേൾക്കാനാകുന്നത് ദൂരശ്രവണം. 3 കാലവും ഒരേപോലെ കാണാനാവുന്നത് ത്രികാലജ്ഞാനം. മറ്റുള്ളവരുടെ മനസ്സറിയുന്നത് പരിചിന്തനം. എന്താ ലളിതാംബികെ, ശാരദയെ വണങ്ങിയോ? വണങ്ങി. കണ്ണടച്ചു നിന്നപ്പോൾ കാതിൽ എന്തൊക്കെയോ മന്ത്രിച്ച പോലെ. എന്തു തോന്നി ലളിതയ്ക്ക്? ഉള്ളാകെ ഒരു വെള്ളത്താമര പൂത്ത മണം. ലളിതാംബികയുടെ കഥ പറച്ചിൽ കേൾക്കാൻ കാലം കാതോർക്കും.
ആയിക്കോട്ടെ സ്വാമി. പൊയ്ക്കോളൂ. സ്വാമി ആത്മസഹോദരരെ, നമുക്കിനിയും ഒരുപാട് മുന്നേറാനുണ്ട്, മാറ്റിയെടുക്കാനുണ്ട്. അന്ധവിശ്വാസങ്ങൾ, പ്രാണഹിംസ, ദുർദേവതാരാധന ഇവയൊക്കെ നിരാകരിക്കണം. അർത്ഥശൂന്യങ്ങളും അനർത്ഥങ്ങളുമായ മാമൂലുകളെ വർജിക്കണം. വിദ്യാഭ്യാസം നേടണം. പള്ളിക്കൂടങ്ങളും വായനാശാലകളും ധാരാളം ഉണ്ടാവണം. ഒരു വിവാഹത്തിന് കൂടിയ 10 പേർ മാത്രമേ ആകാവൂ. വധൂവരന്മാർ, അവരുടെ മാതാപിതാക്കൾ, ദമ്പതികളുടെ ഓരോ സുഹൃത്ത്, ഒരു പുരോഹിതൻ, ഒരു പൗരപ്രമാണി. സ്നേഹസ്വരൂപനായ ഈശ്വരനെ നല്ലപോലെ ധ്യാനിച്ചുകൊണ്ട് പുരോഹിതൻ മാലയെടുത്തു കൊടുക്കണം. ഭജനമഠങ്ങൾ, ദേവാലയങ്ങൾ, വിദ്യാലയങ്ങൾ മുതലായ സ്ഥലങ്ങളിൽ വെച്ചാകണം വിവാഹകർമ്മം. വിവാഹം നടത്തുന്നതിന് 1 മാസം മുമ്പ് വധുവിനെയും വരനെയും അവരവരുടെ മാതാപിതാക്കൾ ഈ സ്ഥലത്ത് കൊണ്ടുവരണം. ഭാവി ജീവിതം മുഴുവൻ കഴിച്ചു കൂട്ടേണ്ടവരായ ദമ്പതികളെ തമ്മിൽ കാണിക്കുകയും സംഭാഷണത്തിനുള്ള സൗകര്യം കൊടുക്കുകയും ചെയ്യണം. അപരക്രിയകളിലും മാറ്റം വരുത്തണം. മരിച്ച ആളിനെ ഉദ്ദേശിച്ച് അടുത്ത ആളുകൾ ഒത്തുചേർന്ന് 10 ദിവസം പ്രഭാതത്തിൽ കുളിയും മറ്റും കഴിഞ്ഞ് ഈശ്വരനെ വിശ്വാസാനുസരണം പ്രാർത്ഥിക്കണം. ഒന്നും അറിഞ്ഞുകൂടാത്ത പുരോഹിതൻ വന്നിരുന്ന് എള്ളെട്, പൂവെട്, തണ്ണികൊട് എന്നൊക്കെ പറയുന്നത് കേട്ട് 2 അരി നനച്ചിടുന്നതിനേക്കാൾ വലിയ പ്രയോജനം ഉറ്റവർ ചേർന്ന് ഈശ്വരനോട് പരേതാത്മാവിന്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നതാണ്.